അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് ആരാണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. 1 കരിവള്ളൂർ സമരം കണ്ണൂര്, 2 തോൽവിറക് സമരം കാസർഗോഡ്, 3 പുന്നപ്ര വയലാർ സമരം. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമ്മൾ കുറെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? 5 എണ്ണം കഴിഞ്ഞു, 5 ആഴ്ച കഴിഞ്ഞു എന്ന് തന്നെ അറിയാം. നമ്മളെ LDC വിളിച്ച ആ ആഴ്ചയിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങി. ഇപ്പോൾ 5 ആഴ്ചയായി. നിങ്ങളുടെ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്തു, ഏതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ മാക്സിമം റിവിഷൻ നടത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ആത്മവിശ്വാസത്തോടെയാണ് പഠിക്കുന്നത്. ഈ LDCയിൽ സ്വപ്നം കാണുക, ഏറ്റവും നല്ല റാങ്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളങ്ങ് ആ റാങ്ക് പറഞ്ഞ് തന്നെ അങ്ങ് പഠിക്കുക. എൻ്റെ റാങ്ക് ഇതായിരിക്കും, ഈ ഒരു റാങ്കിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നതിനകത്ത് 100-നകത്ത് അല്ലെങ്കിൽ 10-നകത്ത് അല്ലെങ്കിൽ 50-നകത്ത് എന്നൊരു റാങ്ക് രീതിയിലാണ് ഞാൻ പോകുന്നത്. എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കവർ ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുന്നവരാണ് കൂടുതൽ ആ വാശിയോടുകൂടി അടുത്ത പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകണം. ഒരു പരിധിയുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് എല്ലാം ഒന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മാത്സ് എല്ലാം ഒന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരു പരിധിയുണ്ട്. പക്ഷേ ആ പരിധിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ തീർക്കാൻ കഴിയും അത് തീർന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള പെൻട്രി ആപ്പ് പോലുള്ള ആപ്പുകളിലെ ഇംഗ്ലീഷിൻ്റെ ആയാലും കണക്കിൻ്റെ ആയാലും ഇന്ന പോർഷൻസ് ഒന്നും കൂടെ നോക്കട്ടെ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഇന്ന പോർഷൻസ് ഒന്നും കൂടെ നോക്കട്ടെ, അതുപോലെ ഭരണഘടനയിലെ ഇന്ന വിഷയം ഇച്ചിരി കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ മൗലികാവകാശം, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ, അല്ലെങ്കിൽ സുപ്രീം കോടതിയെക്കുറിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രപതിമാരുടെ ആർട്ടിക്കിൾ, ഇങ്ങനെ കൂടുതലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കുക. അങ്ങനെയൊക്കെ മാക്സിമം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നത്. ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ ഉള്ള ഒരു വിശ്വാസം ഉണ്ടാകണം. ഈ വരുന്ന ഒരു പരീക്ഷ ഞാൻ നേടിയിരിക്കും, എന്നാൽ കഴിയും, നേട്ടം ഈ ഒരു പരീക്ഷ നേടിയെടുക്കാൻ എനിക്ക് കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടാകണം. വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. പഠിക്കുന്നവരെ വല്ല സിമ്പിളായിട്ട് തന്നെ പോയി പരീക്ഷയും എഴുതും, ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റ് വരും. അടുത്ത വർഷം അച്ഛനമ്മമാരുടെ മുമ്പിലേക്കും നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ ഏറ്റവും നല്ല റാങ്ക് നിങ്ങളുടെ ഈ കഷ്ടപ്പാടിന് കിട്ടിയിരിക്കും. പക്ഷേ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ചുമ്മാ വാരി വലിച്ചുള്ള ഒരു പഠനമായിരിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ചിലവരങ്ങ് ഇരുന്ന് പഠിത്തം അങ്ങനെ എപ്പോഴും അങ്ങ് പഠിത്തമാണ്. എപ്പോഴും അങ്ങ് പഠിത്തം ശരി തന്നെയാണ്. പക്ഷേ ഈ പഠിക്കുന്നത് ശരിയായ ട്രാക്കിലാണോ എന്ന് കൂടി ഒന്ന് നോക്കുക. നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകൾ വെച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ ട്രാക്കിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇന്ന വിഷയം ഇന്നത് തീർത്തു, സ്കൂൾ ടെസ്റ്റ് ഇന്നത് തീർക്കുന്നുണ്ട്, പലതവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ മാക്സിമം പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. വീട്ടിലൊക്കെ സന്തോഷമായിരിക്കണേ. അതൊക്കെ എടുത്തു പോയി. പല ആൺകുട്ടികളോട് എനിക്ക് എടുത്തു പറയാം, ആൺകുട്ടികളോട് നിങ്ങളുടെ സന്തോഷത്തിലൂടെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ വീട്ടുകാർക്കും കൂടെ കൊടുക്കുക. നിങ്ങളിലൂടെ അവരും സന്തോഷിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ ചിലപ്പം ജോലിയില്ലേ എന്ന് പറഞ്ഞ് കുറേ വീട്ടുകാരായാലും അല്ലെങ്കിൽ അയൽക്കാരായാലും ബന്ധുക്കളായാലും എല്ലാം ഭയങ്കര ടെൻഷൻ അടിക്കും. ഇവ എത്രയും വളർന്നു നിൽക്കുന്നു, ഇവ ഇങ്ങനെ ഇരിക്കുകയാണോ, എത്ര നാളുകൊണ്ട് PSC പഠനം വരെ കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളോട് ഇഷ്ടംപോലെ ചോദ്യമായിട്ട് വരുന്നവരും ഉണ്ട്. എന്നാലും ഞാൻ ആദ്യം എടുത്ത് പറയുന്ന ആൺകുട്ടികളോട് പറയാണ്, എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇനിയെങ്കിലും ഇനി PSC എന്ന് നോക്കിയാൽ കിട്ടും, നീ ഏതെങ്കിലും പ്രൈവറ്റ് മേഖലയ്ക്ക് ഇറങ്ങിത്തിരി എന്നൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പല ചോദ്യങ്ങളായിട്ട് വരും. അവരോടൊക്കെ നിങ്ങൾ പറയേണ്ടത് മനസ്സുകൊണ്ട്. അവരോട് എല്ലാവരെയും ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്നും മറുപടി കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കുക, ഈ വരുന്ന വർഷത്തിലെ പരീക്ഷകളിൽ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യും. LGS ഉണ്ട്, LDC ഉണ്ട്, ഫോഴ്സ് പരീക്ഷകളുണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളുണ്ട്, അതുപോലെ SI പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ ഇതേന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ കേൾക്കുന്നതൊക്കെ അങ്ങ് കേക്ക്, ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളെ. അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇത്രയും നാളുകൊണ്ട് പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് കളയാക്കും, ചിലപ്പം വീട്ടുകാർ കുറേ നാളുകൊണ്ട് വിചാരിക്കും, നീ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നല്ലോ, നിനക്കിനി എന്നൊക്കെ മുമ്പിലേക്ക് വരും. അതിനെല്ലാം ഒരു മറുപടി ഈ വരുന്ന പരീക്ഷകളായിരിക്കണം. ഈ വരുന്ന പരീക്ഷകളിൽ ഏറ്റവും നല്ല റാങ്ക് നേടുക എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ മുന്നോട്ട് പോകുക. പക്ഷെ പഠിക്കണം. റിസ്ക് എടുത്തു, ഞാൻ പഠിക്കുകയാണ്, ഇരുന്ന് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുകയാണ് എന്ന് പറയുന്നതിലല്ല, പഠിച്ചാൽ കിട്ടണം എന്ന രീതിയിൽ പഠിക്കണം കേട്ടോ. നമ്മളെല്ലാവരും ഞാൻ ലീവൊക്കെ എടുത്ത് പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ റാങ്ക് ഫയൽ എടുക്കുക, ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയല്ല. ഇന്നത്തെ ട്രെൻഡ് എങ്ങനെയായിരുന്നു? എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്, പഴയ ചോദ്യങ്ങൾ മാക്സിമം കവർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാവും കേട്ടോ. അല്ലാതെ എന്നും ബുക്ക് മാത്രമായിട്ട് ഇരിക്കരുത്. അറിഞ്ഞുകൂടാത്തത് ചോദിച്ചു തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഇന്നത്തെ റാങ്ക് മേക്കിംഗ് സീരീസിലെ ഒന്നാമത്തെ ചോദ്യം സിമ്പിളാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം ലോകത്തിന് കൊടുത്തതാര്? പലരും ഫ്രാൻസ് എന്ന് എഴുതും. ആണോ? അല്ല. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം കൊടുത്തത് അമേരിക്കയാണ് ലോകത്ത്. ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്താണ്?
അത് ഫ്രാൻസ് ആണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നും, പക്ഷേ ലോകത്തിന് ആദ്യമായിട്ട് അത് സംഭാവന നൽകിയത് അമേരിക്കയാണ്. എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1776 ആണ് അല്ലെ. 1776 ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബോസ്റ്റൺ ടീ പാർട്ടി. ഏത് വർഷമാ? 1773. ബോസ്റ്റൺ ടീ പാർട്ടി 1773 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തെന്ന് ചോദിച്ചാൽ 76 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി അല്ലേ ഇവിടെ, പാരീസ് ഉടമ്പടി. അത് 1783 പാരീസ് ഉടമ്പടി ഏത് വർഷം? 1783. അപ്പം 73 ബോസ്റ്റൺ ടീ പാർട്ടി, 76 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 83 ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? 83 നിങ്ങൾ പറയേണ്ടത് അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച പാരീസ് ഉടമ്പടി അല്ലെ. അമേരിക്കയിലെ ഒരു പ്രധാന മുദ്രാവാക്യമല്ലേ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കക്കാരുടെ. ആ മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ് അല്ലെ, ജെയിംസ് ഓട്ടിസിന്റെയാണ് ആ മുദ്രാവാക്യം എന്ന് വിളിക്കുന്നത്. അത് ഓർത്തു വെക്കണേ. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലേ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ അല്ലെ, ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാ? ജെയിംസ് മാഡിസൺ ആണ് അല്ലെ. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് ആരാണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കയുടെ ഭരണഘടന എഴുതിയത് ആരെന്ന് ചോദിച്ചു. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരാ? 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരെന്നൊക്കെ ചോദിച്ചാൽ എബ്രഹാം ലിങ്കൺ ആണ് നിങ്ങൾ പറയേണ്ടത്. അത് നല്ലൊരു ചോദ്യമല്ലായിരുന്നോ? അതുപോലെ അദ്ദേഹം അല്ലേ ജനാധിപത്യത്തിന് നിർവചനം നൽകിയതും അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്നൊക്കെ ചോദിച്ചാലും എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗം ചോദിക്കും, ഗെറ്റിസ്ബർഗ് പ്രസംഗം. പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെടുന്നു? നമ്മുടെ എബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെടുന്നു. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന പ്രസംഗം ആരുടെയാണെന്നറിയാമോ? എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ആരുടെ പ്രസംഗം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയാ. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗമാണ് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം. അമേരിക്കൻ ഗാന്ധി എന്ന് പറയുന്നത്, അമേരിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിനെയാണ് അല്ലെ. അമേരിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്ന ആരെയാണ്? മാർട്ടിൻ ലൂതർ കിങ്ങിനെ. നമുക്കല്ലാതെ മാർട്ടിൻ ലൂതർ ആരാ? മാർട്ടിൻ ലൂതർ ലോകത്ത് മതനവീകരണം ആരംഭിച്ചതാര്? മതനവീകരണം ആരംഭിച്ചത് മാർട്ടിൻ ലൂതർ ആണ്. അമേരിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിനെയാണ് കേട്ടോ. മതനവീകരണം ആരംഭിച്ചത് മാർട്ടിൻ ലൂതർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമാണ്? ഫ്രഞ്ച് വിപ്ലവം 1789 ആണ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ബാസ്റ്റൈൽ ജയിലിന്റെ പതനം അല്ലെ. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാന കാരണം ബാസ്റ്റൈൽ ജയിലിന്റെ പതനമാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവ് ലൂയി 16 അല്ലെ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവ് ആരാ? ലൂയി 16. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രാൻസിലെ രാജാവ് ലൂയി 14 അല്ലെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാരാ? റൂസോയാണ്. ശിശു നെപ്പോളിയനും പ്രവാചകനാരാണ്? റൂസോ എന്ന് വിളിക്കുന്നത്. റൂസോയുടെ പ്രധാന കൃതിയല്ലേ സോഷ്യൽ കോൺട്രാക്ട് ആണ്. റൂസോയുടെ ആത്മകഥയുടെ പേരെന്താ? കൺഫെഷൻസ്. റൂസോയുടെ ആത്മകഥയുടെ പേര് അപ്പൊ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. മറന്നുപോരുത്, ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ: മൗലിക അവകാശങ്ങൾ അമേരിക്ക, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കാനഡ, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഇതൊക്കെ പഠിച്ചിട്ടില്ലേ ഇവിടെ? ഭരണഘടനാ ഭേദഗതി ഓസ്ട്രേലിയ, കൺകറന്റ് ലിസ്റ്റ്, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കാനഡ. കിട്ടുമല്ലോ. അപ്പൊ ഒത്തിരി ഭാഗങ്ങളാവും. ഒരു ഭാഗം റിട്ട് കടമെടുത്തത് എവിടെ നിന്നാണ്? റിട്ട് പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം, FATP സമ്പ്രദായം അല്ലെ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. പാർലമെന്റും ക്യാബിനറ്റും റിട്ടുകളും ഒക്കെ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ മൗലിക അവകാശങ്ങൾ അമേരിക്ക, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. അടുത്ത ചോദ്യം ഒക്കെ. പുന്നപ്ര വയലാർ സമരത്തെ
സമരത്തെ ആസ്പദമാക്കി തകഴി എഴുതിയ നോവൽ. എന്നാണ് പുന്നപ്ര വയലാർ സമരം? 1946 അല്ലെ, 46-ലല്ലേ പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്ന പരിഷ്കാരവുമായി വന്ന സർ CP രാമസ്വാമി അയ്യർ അല്ലെ. അപ്പൊ പുന്നപ്ര വയലാർ സമരം 46-ലെ 3 സമരങ്ങൾ പറഞ്ഞേ. 1 കരിവള്ളൂർ സമരം കണ്ണൂര്, 2 തോൽവിറക് സമരം കാസർഗോഡ്, 3 പുന്നപ്ര വയലാർ സമരം. മൂന്നാമത്തെ ഏതാണ്? അപ്പൊ ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരം, കണ്ണൂരിലെ കരിവള്ളൂർ സമരം, കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരവും ഏത് വർഷമാണ്? 1946-ലാണ് അല്ലെ. കരിവള്ളൂർ സമര നായിക ആരാ? ദേവയാനി. കരിവള്ളൂർ സമര നായിക ആരെന്ന് ചോദിച്ചാൽ ദേവയാനിയും, തോൽവിറക് സമര നായിക ആരാ? കാർത്യായനി അമ്മയുമാണ്. തോൽവിറക് സമര നായിക കാർത്യായനി അമ്മ. എവിടെയാണ് നടന്നത് തോൽവിറക് സമരം? കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ. ചീമേനി പ്രകൃതിവാതക ഗ്യാസ് പ്രകൃതിവാതകത്തിന്റെ കേന്ദ്രമുള്ളത് ഈ ചീമേനിയിലാണെന്ന് പറയാറുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ കയ്യൂരല്ലിയുടെ നമ്മുടെ കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്നത് 1900 കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ അല്ലെ. ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സമരം. അത് 41-ലാണ്. അപ്പൊ കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് 41-ൽ. കീഴറിയൂർ ബോംബ് കേസ് ഏത് വർഷമാണ്? കീഴറിയൂർ ബോംബ് കേസ് 42-ലാണ് അല്ലെ. 42-ലാണ്. ഫറോക്ക് പാലം തകർക്കലാണ് കീഴറിയൂർ ബോംബ് കേസ്. കോഴിക്കോട് ജില്ലയിലാണ് 42. അപ്പം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട തകഴി എഴുതിയ നോവൽ ഏതാണ്? തലയോട്. തകഴി എഴുതിയത് തലയോട്. തകഴിയുടെ ആത്മകഥയുടെ പേര് അറിയാമോ നിങ്ങൾക്ക്? തകഴിയുടെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവും. ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവും തകഴിയുടെ ആയിരുന്നു കേട്ടല്ലോ. ഈ തകഴിയല്ലയുടെ കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് പറയുന്നത് തകഴിയാണ്. 1984-ലാണ് തകഴിക്ക് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠം കിട്ടുന്നത്. തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1984. പ്രധാന കൃതി കയറ് അല്ലെ. കയർ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതിയാ? തകഴിയുടെ. ചെമ്മീൻ തകഴിയുടെ പ്രശസ്ത കൃതി അല്ലേ. കയറ് പ്രശസ്ത കൃതിയാണ്. അപ്പൊ തലയോട് തകഴി എഴുതിയതും പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് എഴുതിയത് ഒലക്കയാണ്. പി കേശവദേവ് എഴുതിയ നോവൽ ഏതാണ്? ഒലക്കയാണ്. തലയോട് തകഴിയും കേശവദേവ് എഴുതിയത് ഒലക്കയാണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് 46-ൽ. പങ്കെടുത്ത മുഖ്യമന്ത്രി ആരാണ്? പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി നമ്മുടെ സി അച്യുതമേനോൻ അല്ല, നമ്മുടെ VS അച്യുതമേനോൻ. സി അച്യുതമേനോൻ അല്ല, VS അച്യുതമേനോനാണ് അല്ലെ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തത് EK നയനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി EK നയനാറും പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തത് VS അച്യുതാനന്ദനാണ്. 2 കൃതികൾ ഓർമ്മയാണ്. കുട്ടനാടിന്റെ കഥാകാരനാരാ? തകഴി. നിളയുടെ കഥാകാരനാരാ? MT. മയ്യഴിയുടെ കഥാകാരനാരാ? M മുകുന്ദൻ. കോഴിക്കോടിന്റെ കഥാകാരനാരാ? SK പൊറ്റക്കാട്. കോഴിക്കോടിന്റെ കഥാകാരനാരാ? SK പൊറ്റക്കാട്. തൃക്കോട്ടൂരിന്റെ കഥാകാരനാരാന്നറിയാമോ? തൃക്കോട്ടൂരിന്റെ കഥാകാരൻ UA ഖാദറാണ്. UA ഖാദറാണ് തൃക്കോട്ടൂരിന്റെ കഥാകാരൻ. മറന്നുപോരുതേ. അപ്പൊ മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് പൈതൃക ബീച്ച്. പക്ഷെ കേരളത്തിലെ ആദ്യ ഭിന്നശേഷി ബീച്ച് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി ബീച്ച് ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും ഈ ഡ്രൈവിൻ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഡ്രൈവിൻ ബീച്ച് അത് മുഴിപ്പിലങ്ങാടി ബീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മുഴിപ്പിലങ്ങാടി ബീച്ച്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? കടൽ തീരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ല അല്ലെ. കണ്ണൂർ ജില്ലയിലെ കടൽ തീരം ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവാണ് കൊല്ലം ജില്ലയ്ക്ക്. കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചേർത്തലയാണ്. താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ചേർത്തലയാണ്. കടൽ തീരം ഏറ്റവും കുറവ്. പത്തനംതിട്ടയ്ക്ക് കടൽ തീരമില്ല, കോട്ടയത്തിന് കടൽ തീരമില്ല, ഇടുക്കിക്കില്ല, വയനാടിനില്ല, പാലക്കാടിനില്ല അല്ലെ. അപ്പം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിക്കൊന്നും എന്തില്ല? കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. കടൽ തീരം കൂടുതൽ എവിടെയാണ്? കണ്ണൂര്. കശുവണ്ടി, കണ്ടൽ വനങ്ങൾ, കടൽ തീരം ഇത് മൂന്നും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂരാ പറയണ്ടേ. കശുവണ്ടി കൂടുതൽ കണ്ണൂര്, കടൽ തീരം കൂടുതൽ കണ്ണൂര്, കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂര്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴ ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരം പാലക്കാട് ചുരമാണ്. ഏറ്റവും വലിയ ചുരം എന്ന് ചോദിച്ചാലും പാലക്കാടാണ്. ഏറ്റവും ഉയരം കുറഞ്ഞ ചുരം പാലക്കാട് ചുരമാണ്. ശരാശരി 300 മീറ്റർ ആണ്. ഏറ്റവും ഉയരം കൂടിയത് നിങ്ങൾക്കറിയാം, താമരശ്ശേരി ചുരം. ശരാശരി 800 മീറ്റർ ഉണ്ട്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയാണ്. വയനാട് നിന്ന് ചാടിപ്പിടിച്ചെടുക്കരുത്. താമരശ്ശേരി ചുരം കോഴിക്കോടാണ് അല്ലെ. വയനാട് ചുരം എന്നും താമരശ്ശേരി ചുരം എന്നൊക്കെ അറിയപ്പെടുന്നത് കോഴിക്കോടിനെയാണ്. ഓർത്തു വച്ചിരിക്കണേ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് പെരിയാർ നദി ഉത്ഭവിക്കുന്ന 3 സ്ഥലങ്ങൾ ഏതൊക്കെ? 3 ഉത്ഭവ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 ഉത്ഭവ സ്ഥലങ്ങളുണ്ട് പെരിയാറിന്. പലരും ഒരെണ്ണം മാത്രമേ പഠിച്ചു നോക്കൂ, ശിവഗിരി മല. അല്ലല്ലോ, പെരിയാറിന്റെ ആദ്യ ഉത്ഭവ സ്ഥാനം കേരള തമിഴ്നാട് ബോർഡറായ ശിവഗിരി മല. അത് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്, പെരിയാർ ഉത്ഭവിക്കുന്നത്. പക്ഷെ പെരിയാറിന്റെ രണ്ടാമത്തെ ഒരു ഉത്ഭവ സ്ഥലമുണ്ട് പശ്ചിമഘട്ടത്തിലെ മൂന്നാർ പൊന്മുടി ഭാഗത്ത് നിന്ന്. മൂന്നാറാണ് ഏറ്റവും കറക്റ്റ്. മൂന്നാർ പൊന്മുടി ഭാഗത്ത് നിന്ന്. പൊന്മുടി എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഒരു സ്ഥലവും കൂടാണ്. നിങ്ങൾ ആ തിരുവനന്തപുരം ചിന്തിക്കരുത്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ മൂന്നാർ പൊന്മുടി ഭാഗത്ത് മൂന്നാമത് ഉത്ഭവസ്ഥാനം നമ്മുടെ ആനമലയിൽ നിന്നും പെരിയാറിന്റെ കുറച്ച് ഭാഗം ഉത്ഭവിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് 3 ശാഖകളും ഒന്നിക്കുന്നത് പെരിയാർ വാലി പ്രദേശം എന്നാണ് പറയുന്നത്. ഇത് 3 ശാഖകൾ ഒന്നിക്കുന്നത് എവിടെ വെച്ചാൽ പെരിയാർ വാലി പ്രദേശം എന്നാണ്. അപ്പൊ പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പ്രധാനമായിട്ടും ശിവഗിരി മലയിൽ നിന്നാണ്. പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലാണ് അല്ലെ. നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ സബ് കായലായ കൊടുങ്ങല്ലൂർ കായലിലാണ് പെരിയാർ പതിക്കുന്നത്. ചൂർണി എന്നും പൂർണ്ണ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ചൂർണി, പൂർണ്ണ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറിനെയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ. ജലസേചന പദ്ധതി ഭാരതപ്പുഴയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി ഭാരതപ്പുഴയ്ക്കും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിക്കാണ്. 244 പെരിയാറിന്റെ നീളം. എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്നത് പെരിയാർ. കാലടിയുടെ തീരത്തൂടി ഒഴുകുന്നത്, ആലുവയുടെ തീരത്തൂടി ഒഴുകുന്നത്, ഇതെല്ലാം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പെരിയാറാണ് നമ്മൾ പറയേണ്ടത്. ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ കഥകളിയിൽ നമ്മൾ ആദ്യ ചടങ്ങ് കേളികൊട്ട് തന്നെയാണ്. പക്ഷെ തുടക്കത്തിൽ ആ നൃത്തം പുറപ്പാടെന്നാണ് അറിയപ്പെടുന്നത്. കഥകളി അവതരണത്തിലെ ആദ്യത്തെ ആ നൃത്തരൂപം പുറപ്പാടെന്നും കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം എന്ന് പറയുന്നതാണ്. കഥകളിയുടെ അവസാനത്തെ ചടങ്ങ് ഏതാണ്? ധനാശി എന്നാണ് പറയുന്നത് അല്ലെ. കഥകളിയുടെ അവസാനത്തെ ചടങ്ങ് ധനാശി. കഥകളിയുടെ മറ്റു പേരെന്താണ്? ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത് കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ് കഥകളിയുടെ ആദ്യ ചടങ്ങ്. കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ? ഹസ്തലക്ഷണ ദീപിക അല്ലെ. കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഹസ്തലക്ഷണ ദീപിക. മഴമംഗലം നാരായണൻ നമ്പൂതിരി എഴുതിയ വ്യവഹാരമാല നമ്മുടെ മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് കേട്ടോ. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വ്യവഹാരമാല. എഴുതിയതാര? മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ 2 കലാരൂപങ്ങൾ ഏതൊക്കെയാ? അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് കൂടിയാട്ടവും മുടിയേറ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മുടെ കേരളത്തിലെ ആനമുടിയാണ് അല്ലെ. 2695 മീറ്റർ ആണ് ആനമുടിക്ക് എന്ന് പറയുന്നത്. ആനമുടിയുടെ ഉയരം ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് നമ്മൾ പറയേണ്ടത്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ. ജിന്ദാഗാഡ ആന്ധ്രാപ്രദേശിൽ 1690 മീറ്റർ ആണ്. ജിന്ദാഗാഡ എത്രയാണ്? 1600. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇടുക്കി ജില്ലയിലാണ്. അടുത്ത കുടുംബശ്രീ പദ്ധതി വന്നത് 1998 മെയ് 17. പക്ഷെ ICDS പദ്ധതി വന്നത് 1975 ഒക്ടോബർ 2 കുടുംബശ്രീ വന്നത് 98 മെയ് 17 ആണെങ്കിൽ ICDS പദ്ധതി വന്നത് 75 ഒക്ടോബർ 2 ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. കുടുംബശ്രീ പദ്ധതി വന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണെങ്കിൽ ICDS പദ്ധതി വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. എടുത്തു ചോദിച്ചിട്ടുണ്ട്. കുടുംബശ്രീ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ICDS പദ്ധതി വന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 20 പരിപാടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ICDS പദ്ധതി, ജോലിക്ക് കൂലി ഭക്ഷണം, ഇതെല്ലാം ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പൊ കുടുംബശ്രീ വന്നത് എന്നാണ്? 1998 മെയ് 17. ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയിൽ AV വാജ്പേയി ആണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെ. നബാർഡുമായി സഹകരിച്ചാണ് കുടുംബശ്രീ പദ്ധതി. നബാർഡുമായി സഹകരിച്ചാണ് പോകുന്നത്. ICDS പദ്ധതിയാകുമ്പോൾ ലോക ബാങ്കുമായി സഹകരിച്ചാണ് പോകുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. പ്രാദേശിക ഭാഷാ പത്ര നിയമം, നാട്ടുഭാഷാ പത്ര നിയമം അഥവാ പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭു 1878 നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയിയായ ലിട്ടൺ പ്രഭു ആണ് ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കുന്നത്? പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഏത് വർഷമാ? 1872. അത് പിൻവലിച്ചത് 1882 റിപ്പൺ പ്രഭു ആണ്. കൊണ്ടുവന്നത് ലിട്ടൺ ആണെങ്കിൽ പിൻവലിച്ചത് റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ പ്രഭുവിനെ നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ
പ്രഭുവാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നല്ലൊരു ചോദ്യമുണ്ട്, ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് എടുത്തത്, ആദ്യമായിട്ട് 1881 ഔദ്യോഗിക സെൻസസ് എടുത്തത് നമ്മുടെ റിപ്പൺ പ്രഭുവാണ്. അത് ഇത്രയും നോക്കണം, റിപ്പൺ പ്രഭുവാണ്. പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ കൊണ്ടുവന്നു. അതുപോലെ നമ്മുടെ ഇൽബർട്ട് വിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയും റിപ്പൺ പ്രഭുവാണ്. എന്തൊക്കെ കൊണ്ടുവന്നത്? ഔദ്യോഗിക സെൻസസ് കൊണ്ടുവന്നു 81 പ്രാദേശിക നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, വിദ്യാഭ്യാസ കമ്മീഷനെ കൊണ്ടുവന്നു, പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചു. ഇതൊക്കെ ആരാ? റിപ്പൺ പ്രഭുവാണ്. അടുത്ത ഓക്കെ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. നേരത്തെ ഞാൻ പറഞ്ഞു വന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ് നമ്മൾ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, പെരിയാർ ഉത്ഭവിക്കുന്നത് ഏത് മലയാണ്? ശിവഗിരി മല. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല. പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമല. അത് ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ, ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് പോലെ. പുളിച്ചിമല. നമുക്കൊരു പുരളിമലയില്ലേ, പുരളിമല. പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ പുരളിമലയാണ്. അപ്പൊ പെരിയാർ ശിവഗിരി മല, ഭാരതപ്പുഴ ആനമല, പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? പുളിച്ചിമലയിൽ നിന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമല്ലേ പരുത്തി തുണി വ്യവസായം അല്ലെ? യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ. സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണത്തെയാണ്. സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണവും സാർവത്രിക നാര് എന്ന് വിളിക്കുന്നത് പരുത്തിയുമാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാ? പരുത്തി തുണി വ്യവസായമാണ് അല്ലെ? പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്ത്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ഇന്ത്യയിൽ പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്ത് ആണെങ്കിൽ പരുത്തി തുണി മില്ലുകൾ മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പരുത്തി തുറമുഖമെന്നും ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖമെന്നും ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക്. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ ഇന്ത്യയിലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല 1964 വന്ന ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് കേട്ടോ. ബൊക്കാറോ, അതായത് ജാർഖണ്ഡിലാണ് ബൊക്കാറോ കേട്ടോ. ജാർഖണ്ഡിലെ റഷ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുത് ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് 1932 നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവനാണ്. ഉത്തരവാദ ഭരണത്തിന് വേണ്ടി 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പം കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനും മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. സി കേശവന്റെ ആത്മകഥയുടെ പേര് പറയാമോ? ജീവിത സമരം. ആരുടെ ആത്മകഥ? സി കേശവന്റെ ആത്മകഥയുടെ പേരാണ് ജീവിത സമരം എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവനാണ്. 1947 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവും സി കേശവനാണ്. 1947 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാ? സി കേശവനാണ്. അപ്പൊ മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മന്നത്ത് പത്മനാഭൻ. 1914 NSS സ്ഥാപിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ. 1924 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ. 1959 നമ്മുടെ വിമോചന സമരം നയിച്ചതാരാ? വിമോചന സമരവും അതിനെ തുടർന്ന് ജീവശിഖ ജാഥയൊക്കെ നയിച്ചതാരാ? അതും മന്നത്ത് പത്മനാഭൻ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്നും ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. എന്തൊക്കെയാണ്? NSS സ്ഥാപിച്ചത് 1914, വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ, വിമോചനത്തര സമരത്തെ തുടർന്ന് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ, ഭാരത കേസരി, മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ വിളിക്കുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രസിദ്ധ പ്രസംഗം ഏതാ? മുതുകുളം പ്രസംഗം. 47 ഉത്തരവാദ ഭരണത്തിന് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളും അവസാനിക്കുന്ന സമയത്ത് സേതു ലക്ഷ്മി ഫായിയുമായിരുന്നു. ആരായിരുന്നു? സേതു ലക്ഷ്മി. തുടങ്ങുന്ന സമയത്ത് ആരായിരുന്നു? തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിലെ രാജാവ്. സേതു ലക്ഷ്മി ഫായാണ് അവസാനിക്കുമ്പോൾ ഭരണാധികാരി. 603 ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അല്ലെ? വൈക്കം സത്യാഗ്രഹത്തിന് നീണ്ടു നിന്നിരുന്നത് അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ
എന്നിവരാൽ തുടങ്ങി വെച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവിന്റെ പേര് TK മാധവനാണ്. ആരായിരുന്നു? TK മാധവനാണ്. വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ചുണ്ണാമ്പ് കല്ലിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല് വേറെ എന്തൊക്കെ പറയാം? ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ചോക്ക്, മുട്ടയുടെ പുറന്തോട്. ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ചോക്ക്, മുട്ടയുടെ പുറന്തോട് എന്നിവയുടെയൊക്കെ രാസനാമം ഏത് പറയാണ്? നമ്മുടെ കാൽസ്യം കാർബണേറ്റ് പറയാം. പക്ഷെ ചുണ്ണാമ്പ് വെള്ളം ഏതാ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജിപ്സം അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഏതാ? കാൽസ്യം സൾഫേറ്റ് ആണ്. കേട്ടിട്ടില്ലേ? കാൽസ്യം സൾഫേറ്റ്. ജിപ്സം അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് ആണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ കാൽസ്യം കാർബൈഡ് ഏതാണ്? പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നത് കാൽസ്യം കാർബൈഡ് ആണ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നത് കാൽസ്യം കാർബൈഡ് ആണ്. അപ്പൊ ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ്, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. തെറ്റിപ്പോരുത്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാ? അത് കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോള താപനത്തിന് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അല്ലെ? തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമന സേനാനികൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. അല്ലെ? ജോസഫ് ബ്ലാക്ക്. അപ്പൊ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. തീ നിയന്ത്രിക്കുന്നത് ഏതാ? നൈട്രജൻ. തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഏതാ? ഓക്സിജൻ ആണ്. അപ്പൊ തീ കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, തീയെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ, തീയെ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ കുറച്ച് നല്ല കൊച്ചു കാര്യങ്ങളാണ്. സമയം ഒത്തിരി എടുത്തോന്ന് അറിയാൻ വയ്യ. കുറെ കൊച്ചു കാര്യങ്ങളാണ്, വാച്ചെടുത്തില്ല. അതുകൊണ്ടാണ് ടൈം അറിയാൻ പറ്റാഞ്ഞത്. കൂടുതലായാൽ ഒന്ന് ക്ഷമിക്കുക. കുറച്ച് റിവിഷൻ നിങ്ങൾക്ക് അത്യാവശ്യമല്ലേ? ഓക്കെ. കുറെ നല്ല കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. എന്തെങ്കിലും നിർദ്ദേശങ്ങളും നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല വാക്കുകൾ ഇടുകയാണെങ്കിൽ നമുക്കും ഒരു സന്തോഷമാണ്. നിങ്ങളുടെ മെസ്സേജുകളിലൂടെയാണ് നാളെയും വാശിയോടുകൂടി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരാൻ കഴിയുന്നത്. ഓരോരുത്തരുടെയും സ്നേഹവായ്പകൾ ഞാൻ കാണുന്നുണ്ട്. അത്രയും സന്തോഷമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സ്നേഹവായ്പകളും എപ്പോഴും നിങ്ങൾ കൂടെ അഭിപ്രായങ്ങളായിട്ട് ഉണ്ടാകണം. വീണ്ടും കാണാം അടുത്ത തിങ്കളാഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട്, റിവിഷനുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.